Urcreation's Rekha's Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നൂൽപിട്ട് അല്ലെങ്കിൽ നൂലപ്പത്തിന്റെ ഒക്കെ റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. നമുക്കിന്ന് നൂൽപിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ മെഷറിംഗ് കപ്പ് കൊണ്ട് 2 മെഷറിംഗ് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയതോ കടയിൽ നിന്ന് മേടിച്ചതോ ആയിട്ടുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വാങ്ങിച്ച അരിപ്പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. നല്ല പത്തിരി ഇടിയപ്പം പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. നൂൽപിട്ട് കുഴച്ചെടുക്കുക എപ്പോഴും തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നൂൽപിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കറക്റ്റായിട്ടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മെഷറിംഗ് കപ്പ് കൊണ്ട് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ മെഷറിംഗ് കപ്പ് കൊണ്ട് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്നും എങ്ങനെ വേണമെങ്കിലും നൂൽപിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ടൊന്നും കുഴച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച ശേഷം ഏതെങ്കിലും ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ തരത്തിൽ മാവ് കുഴച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റ് കണക്കിൽ വെള്ളം എടുത്താൽ നമുക്ക് ഈ തവി വെച്ച് തന്നെ മുഴുവനായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് നൂൽപിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഇന്ന് ഈ സോളിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡിൻ്റെ ഇടിയപ്പം പ്രസ് വെച്ചിട്ടാണ് നൂൽപിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൽ ഇതുപോലുള്ള കുറേ ചില്ലുകളുണ്ട്, ഒരു 21 ചില്ലുകളുണ്ട്. അപ്പോൾ ഇത് നല്ല വില കുറവാണ്. നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കോളൂ. നല്ല സുഖമാണ്. ഇതുകൊണ്ട് നൂൽപിട്ട് ഉണ്ടാക്കാനായിട്ട് നല്ല സുഖമാണ്. നമുക്ക് കൈയൊന്നും വേദനിക്കാതെ അടിപൊളിയായിട്ട് നൂൽപിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുകൊണ്ട് നൂൽപിട്ട് മാത്രമല്ല കേട്ടോ, പലതരം മുറുക്കുകളും മിച്ചറും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുഴച്ചെടുത്ത മാവ് കൈകൊണ്ട് കുറേശ്ശെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഈ നൂൽപിട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് മൂടി കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു ട്രേയിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നൂൽപിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്യാനായിട്ട് പറ്റും. വേഗം വേഗം നമുക്ക് അടിപൊളി നൂൽപിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നൂൽപിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ നൂൽപിട്ടിൻ്റെ ട്രേ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ നൂൽപിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടൂ. ഞാനിവിടെ ഒരു 3 മിനിറ്റ് നേരം മാത്രമാണ് കുക്ക് ചെയ്തെടുത്തത്. ഇനി ഈ നൂൽപിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ നൂൽപിട്ട് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി ബാക്കി നൂൽപിട്ടുകൾ മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ ഈ പാത്രത്തിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ നൂൽപിട്ടുകളൊക്കെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. ഒരു അടിപൊളി വീഡിയോവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.